കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ അൾട്ടിമേറ്റ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നുള്ളതാണ് നമ്പർ. ഞാൻ ഒന്നുകൂടി പറയാം, നോട്ട് ചെയ്ത് നോക്കുക. 7592939616. So all the best for your upcoming IGNO exams. Thank you. Hello everyone. ഇഗ്നോ ഫോക്കസ് 2.0 ഇഗ്നോവിന്റെ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് BA സോഷ്യോളജി BSOC 104 കോഡുള്ള സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്ന പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഈ ഒരു പേപ്പർ എന്ന് പറയുമ്പം അത് എന്താണ് ഇന്ത്യൻ സൊസൈറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പേപ്പറാണ്. അപ്പോൾ ഒരു ജനറൽ അനാലിസിസ് എന്ന് പറയുവാണെങ്കിൽ ഈ ഒരു ഫുൾ വീഡിയോ ഇസ് ബേസ്ഡ് ഓൺ എന്തൊക്കെ സിലബസ് ടോപ്പിക്സ് ആണ്, ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഈ ഒരു വീഡിയോയിൽ നിന്നും കിട്ടാൻ പോകുന്നത്. ഇനി സിലബസ് കവറേജ് എന്ന് പറയുമ്പോൾ ഈ BSOC 104 പേപ്പർ, അതായത് സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്നുള്ള പേപ്പർ ബേസിക്കലി 3 ബ്ലോക്ക് ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഐഡിയാസ് ആണ്. അതിൽ വരുന്നത് മൾട്ടിപ്പിൾ ഇമേജസ്, അതിൽ എന്ന് പറഞ്ഞ കൾച്ചറൽ അക്കോമഡേഷൻ, ഈസ്റ്റ് വെസ്റ്റ് തമ്മിലുള്ള കമ്പാരിസൺ, അതായത് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ സൊസൈറ്റീസ് തമ്മിലുള്ള കമ്പാരിസൺ, അങ്ങനെയുള്ള കാര്യങ്ങളും. യൂണിറ്റ് 2 ഗാന്ധി ആൻഡ് അംബേദ്കർ അവരുടെ ഐഡിയോളജീസിനെയാണ്. ആൻഡ് തേർഡ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ നാഷണലിസം, അപ്പം ഇന്ത്യയിലെ മോഡേണൈസേഷൻ അല്ലെങ്കിൽ ട്രഡീഷൻ, ഇങ്ങനെയുള്ള കോൺസെപ്റ്റ് ആണ് തേർഡ് യൂണിറ്റ്. ഫോർത്ത് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ തന്നെ കാസ്റ്റ്, ട്രൈബ്, റിലിജൻ, ട്രഡീഷൻസ്, ആ കാര്യങ്ങൾ. ഫിഫ്ത് യൂണിറ്റ് ഇസ് ബേസ്ഡ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫൗണ്ടേഷൻസ്, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഫൗണ്ടേഴ്സ് ആരാണ്, അതിന്റെ മേക്കിംഗ്, ബേസിക് ഫീച്ചേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫിഫ്ത് യൂണിറ്റ്. ഇനി സെക്കൻഡ് ബ്ലോക്ക് ആണ് റെസിസ്റ്റൻസ്, മൊബിലൈസേഷൻ ആൻഡ് ചേഞ്ച്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് മൊബിലിറ്റി ആൻഡ് ചേഞ്ച് ആണ്. സാൻസ്ക്രിറ്റൈസേഷൻ, വെസ്റ്റേണൈസേഷൻ, ഓരോ ചേഞ്ചസ് വരുന്നത്, കാസ്റ്റിൽ വരുന്ന മാറ്റങ്ങൾ, അപ്പർ കാസ്റ്റിൽ നിന്നും ലോവർ കാസ്റ്റിലേക്ക് മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അങ്ങനെയുള്ള സോഷ്യൽ മൊബിലിറ്റി ആൻഡ് ചേഞ്ചസ് പറയുന്നതാണ് യൂണിറ്റ് 6. ആൻഡ് 7, 8, 9, 10 എല്ലാം ഓരോ മൂവ്മെന്റ്സ് ആണ്. ഫസ്റ്റ് എത്നിക് മൂവ്മെന്റ്സ് പറയുന്നുണ്ട്, അത് എത്നിസിറ്റിയുടെ കാര്യങ്ങളും അതെങ്ങനെയാണ് ഒറിജിൻ ചെയ്തത്, എന്താണെന്നൊക്കെ ഉള്ളത്. പെസന്റ് മൂവ്മെന്റ്സ് എന്ന് പറയുമ്പം ഓരോ അതിന്റെ തന്നെ ഇപ്പം ഇന്ത്യയിൽ തന്നെ പെസന്റ് മൂവ്മെന്റ്, ഈ ഇടയ്ക്ക് വരുന്ന ഫാമേഴ്സ് മൂവ്മെന്റ്, അതുപോലുള്ള മൂവ്മെന്റ്സിന്റെ കാര്യമാണ്. 8, 9 എന്ന് പറയുമ്പോൾ ദളിത് മൂവ്മെന്റ്, 10 വിമൻസ് മൂവ്മെന്റ് ആൻഡ് 11 വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ്സും ആണ് നോക്കുന്നത്. ആൻഡ് ബ്ലോക്ക് 3 എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി, അതായത് കമ്മ്യൂണലിസം, സെക്യുലറിസം, നാഷണലിസം, ഈ 3 ഐഡിയോളജീസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ബ്ലോക്ക് 3 എന്ന് പറയുന്നത്. ഇതിൽ കമ്മ്യൂണലിസത്തിൽ തന്നെ ഫണ്ടമെന്റലിസം പോലുള്ള കാര്യങ്ങൾ, കമ്മ്യൂണൽ ഡിവൈഡ്, ഇപ്പൊ ഇന്ത്യയുടെ കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ അത് റിലിജന്റെ ബേസിലായിരിക്കും വർഗീയത എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്. റിലിജൻ ആൻഡ് പൊളിറ്റിക്സ് എന്നുള്ള, പൊളിറ്റിക്സും റിലിജനും തമ്മിലുള്ള റിലേഷൻ, അതൊക്കെയാണ് കമ്മ്യൂണലിസത്തിൽ വരുന്നത്. സെക്യുലറിസം എന്ന് പറയുമ്പം റിലിജന്റെ തന്നെ ബേസിൽ വരുന്ന എന്താണ് അതിന്റെ മീനിങ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻസ്, ഇമ്പോർട്ടൻസ്, ഇന്ത്യ ഈസ് എ സെക്യുലർ കൺട്രി, ആ ഒരു രീതിയിലൊക്കെയുള്ള കോൺസെപ്റ്റ് ആണ് സെക്യുലറിസം യൂണിറ്റ്. ആൻഡ് യൂണിറ്റ് 14 ആണ് നാഷണലിസം. അതിൽ വരുന്നത് നേഷൻ ആൻഡ് നാഷണലിസത്തെ പറ്റി മനസ്സിലാക്കുക, പിന്നെ ഇന്ത്യയിലെ നാഷണലിസം എങ്ങനെ വന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 14 എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് മെയിൻ യൂണിറ്റ്. ബ്ലോക്ക് 1, 2 ആൻഡ് 3. ഇതിൽ മെയിൻ ആയിട്ട് കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടേക്കുന്നത് ബ്ലോക്ക് 2 നിന്നാണ്. അത് കഴിഞ്ഞിട്ടാണ് ബ്ലോക്ക് 1നും 3ക്കും വെയിറ്റേജ് വരുന്നത്. ഇനി ക്വസ്റ്റ്യൻസിന്റെ ടൈപ്സ് നോക്കാം. ബേസിക്കലി 4 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പ്ലെയിൻ ആൻസേഴ്സ്, അതായത് ഡിസ്കസ് ചെയ്ത് എഴുതാൻ വരുന്നത്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ക്രിട്ടിക് ആൻഡ് അനാലിസിസ്. ഏതൊരു കോൺസെപ്റ്റ് ആയിക്കോട്ടെ, ഇപ്പൊ സാൻസ്ക്രിറ്റൈസേഷൻ, വെസ്റ്റേണൈസേഷൻ, ഇതുപോലുള്ള കോൺസെപ്റ്റ് നമുക്ക് നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ അതിൽ നമുക്ക് ആൻസർ റൈറ്റിംഗ് പറ്റത്തുള്ളൂ. അപ്പം ഒരു സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറയുമ്പം അതിൽ ഉണ്ടായ അത് എന്തുകൊണ്ടാണ് വന്നത്, അത് വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ആവശ്യമുണ്ട്. പിന്നെ അതുപോലുള്ള അനാലിസിസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇനി നെക്സ്റ്റ് എക്സ്പ്ലനേഷൻ ആൻഡ് എലാബറേഷൻ, അതായത് ഓരോ
കോൺസെപ്റ്റിനെ വിശദീകരിക്കണം, എക്സ്പ്ലെയിൻ ചെയ്യണം. ഇപ്പൊ ഗാന്ധിജി സത്യാഗ്രഹയെ പറ്റി എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ട്രൈബ്സ് എന്താണ്, അവരുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതുണ്ട്. പിന്നെ മൂന്നാമത് വരുന്നത് ഡിസ്കഷൻ. ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം ഓരോ വിമൻസ് മൂവ്മെന്റ് വരുന്നു, അത് ഡിസ്കസ് ചെയ്യുന്നു. ഇപ്പം വിമൻ അതുപോലെ തന്നെ മെൻ രണ്ടുപേരും ഒപ്പീനിയൻസ് തമ്മിൽ മാറുമ്പം അവരുടെ ആർഗ്യുമെന്റ്സ് ഉണ്ടാകുന്നു, ഡിബേറ്റ്സ് ഉണ്ടാകുന്നു, ഓരോ ഐഡിയാസും ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഡിസ്കഷൻ വരുന്നുണ്ട്, അങ്ങനെയുള്ള ഡിസ്കസിങ് ഫാക്ടേഴ്സ് ചോദിക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് ആണ് എക്സാമിനേഷൻ. നമ്മൾ ഏതൊരു കോൺസെപ്റ്റ് എടുത്താലും അതിന്റെ ഫീച്ചേഴ്സ് എക്സാമിൻ ചെയ്യുക, അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ്സിന്റെ ഇഷ്യൂസ് എക്സാമിൻ ചെയ്യുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ആണ് കാണുന്നത്. സോ ഈ 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ബേസിക്കലി നമ്മൾ കണ്ടുവരുന്നത്. ഇനി സിലബസ് ടോപ്പിക്കിൽ കവറേജ് എന്ന് പറയുമ്പോൾ മീൻസ് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ഗാന്ധി ആൻഡ് അംബേദ്കർ, പിന്നെ മൂവ്മെന്റ്സ്, ബ്ലോക്ക് 2 വരുന്ന മൂവ്മെന്റ്സ്, എത്നിക് മൂവ്മെന്റ്സ് ആയിക്കോട്ടെ, പെസന്റ് മൂവ്മെന്റ്സ്, വിമൻ മൂവ്മെന്റ്സ്, അങ്ങനെയുള്ള മൂവ്മെന്റ്സിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഗാന്ധിജി ആൻഡ് അംബേദ്കർജി, സോ ഗാന്ധി ആൻഡ് അംബേദ്കറിന്റെ ഐഡിയാസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. ഇനി മോഡറേറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നതാണ്, മീൻസ് ഹൈ ഫ്രീക്വൻസി കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഫസ്റ്റിലുള്ളതിലാണ്. ഇപ്പൊ ഈ പറഞ്ഞ ടോപ്പിക്. ഇനി കുറച്ച് അത് കഴിഞ്ഞിട്ട് വരുന്ന ഇപ്പൊ 3 ക്വസ്റ്റ്യൻസ് ഈ മൂവ്മെന്റ്സ് ചോദിക്കുകയാണെങ്കിൽ ഒരു 2 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഈ പ്ലൂറാലിറ്റി, കൾച്ചറൽ അക്കോമഡേഷൻ, നാഷണലിസം അങ്ങനെയുള്ള ടോപ്പിക്കുകളിൽ ചോദിക്കുന്നത്. ഇനി ഏറ്റവും കുറച്ച് കാണിക്കുന്നതാണ് അതായത് ഈ കൾച്ചറൽ നാഷണലിസം, പിന്നെ മെക്വാലെ, മിൽ, വെബർ ഇവരുടെയൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ്, കൊളോണിയൽ ആൻഡ് വെസ്റ്റേൺ ഫിഗേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് അതിലും കുറച്ചായിരിക്കും. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ബ്ലോക്ക് 2-നാണ്, ആൻഡ് ഓൾസോ ഗാന്ധി ആൻഡ് അംബേദ്കർ ഐഡിയോളജീസിനും. ഇനി വരുന്നത് ഇത് തന്നെയാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോട്ടബിൾ പാറ്റേൺസ് ആണ് ഗാന്ധി ആൻഡ് അംബേദ്കർ, സോഷ്യൽ മൂവ്മെന്റ്സ്, പ്ലൂറലിസം ആൻഡ് ഡൈവേഴ്സിറ്റി, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫീച്ചേഴ്സ്. അപ്പൊ ബേസിക്കലി നോക്കുവാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരുന്നു, ഗാന്ധി ആൻഡ് അംബേദ്കർ, അതിനെപ്പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതെ, പിന്നെ സാൻസ്ക്രിറ്റൈസേഷൻ അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പം ഏതൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ നമ്മുടെ ഒരു അനാലിസിസും കൂടെ അതിൽ കൊടുക്കണം. ഇപ്പം സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പറയുമ്പം അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അത് സൊസൈറ്റിയിൽ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് അതിലൂടെ എന്താണ് തോന്നുന്നത് എന്നുള്ളൊരു ക്രിട്ടിക്കൽ തിങ്കിങ് കൂടെ, മീൻസ് എങ്ങനെയാണ് അത് സൊസൈറ്റിയിൽ മൊത്തത്തിൽ എഫക്ട് ചെയ്യുന്നത് നമ്മൾ നല്ല രീതിയിൽ ചിന്തിച്ച് അനലൈസ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് വേണം ഈ ഓരോ ക്വസ്റ്റ്യൻസും നോക്കാനായിട്ട്. ഇനി ബ്ലോക്ക് വൈസ് വെയിറ്റേജ് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലോക്ക് 2-ലാണ്. ബ്ലോക്ക് 2 എന്ന് പറയുമ്പോൾ ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് വരെ ബ്ലോക്ക് 2-ൽ ചോദിക്കും. ബ്ലോക്ക് 1-ലാണെങ്കിൽ ജസ്റ്റ് ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് ആണ് ബ്ലോക്ക് 1-ൽ വരുന്നത്. ആൻഡ് ബ്ലോക്ക് 3 ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള നാഷണലിസം, സെക്യുലറിസം, കമ്മ്യൂണിസം, ആ ഒരു യൂണിറ്റിൽ നിന്ന് ഒരു 1 to 2 ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പൊ ഏറ്റവും വെയിറ്റേജ് കൂടുതൽ കൊടുക്കേണ്ട ബ്ലോക്ക് 2 ആണ്, അതായത് മൊബിലൈസേഷൻ, ചേഞ്ച്, മൂവ്മെന്റ്, അതിലാണ്. പിന്നെ നമുക്ക് ഈ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ December 2021 തൊട്ട് December 2023 വരെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 50% ഓഫ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ 44 to 50, ആ ഒരു 40 to 50% ഓഫ് ക്വസ്റ്റ്യൻസും ചോദിച്ചേക്കുന്നത് റെസിസ്റ്റൻസ്, മൊബിലൈസേഷൻ, ചേഞ്ച് എന്ന ബ്ലോക്കിൽ നിന്നാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഒരു 25 to 37% ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ഒരു അനലൈസ് ചെയ്യുമ്പോൾ ഇപ്പം December 2021 37% ഓഫ് ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് 1-ന് ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ബ്ലോക്ക് 3-യുടെ വെയിറ്റേജ് വരുന്നത്. അപ്പം ഡിസംബറിലാണെങ്കിൽ അത് ജസ്റ്റ് 12% ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ December 2023-ലാണെങ്കിൽ 22 ഉണ്ട്, 22-ലാണെങ്കിൽ 25% ഓഫ് ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് 3-യിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇമ്പോർട്ടൻസ്, അതായത് ഫസ്റ്റ് ബ്ലോക്ക് 2-നാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് 1 ആൻഡ് ആഫ്റ്റർ ദാറ്റ് ബ്ലോക്ക് 3. ഓക്കെ, ഇനി ഓരോ പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലോക്ക് 1, 2 ആൻഡ് 3 ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബ്ലോക്ക് 2-ന് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ടോപ്പിക്ക് വരുമ്പോൾ ബ്ലോക്ക് 3-യിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറയുന്നത് ആ ബ്ലോക്ക് 3-യിൽ 3 ടോപ്പിക്ക്, 3 യൂണിറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് നാഷണലിസത്തിന് തന്നെയാണ്. നാഷണലിസത്തിന് ഏകദേശം 8ഓളം ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നാഷണലിസം പിന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഗാന്ധി ആൻഡ് അംബേദ്കർ, അങ്ങനെ ഓരോ രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്ന ആ ഒരു പാറ്റേൺ ആണ് ഈ ഒരു ഗ്രാഫിലൂടെ കാണുന്നത്. ഇനി മെയിൻ ആയിട്ടുള്ള ഒബ്സർവേഷൻസ് നോക്കാം. ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മൾട്ടിപ്പിൾ ഇമേജസ് എന്ന് പറഞ്ഞതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഗാന്ധി ആൻഡ് അംബേദ്കറും കൂടുതലായിട്ട് കാണുന്നതാണ്. പക്ഷെ ഇത് വെച്ച് നോക്കുമ്പോൾ എത്നോഗ്രാഫിക് ഇമേജസും ഐഡിയോളജിക്കൽ ഇമേജസും ഒക്കെ 1 or 2 മാക്സിമം പോയ ഒരു 1 or 2 ഒക്കെ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ ഗാന്ധി ആൻഡ് അംബേദ്കറിലും മൾട്ടിപ്പിൾ ഇമേജസിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചതായിട്ട് കാണാം.
ഇനി യൂണിറ്റ് 2 ബ്ലോക്ക് 2 നോക്കുവാണെങ്കിൽ ഹൈലി ഫ്രീക്വന്റ് ആയിട്ടുള്ള രീതിയിലാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് മൊബിലിറ്റി ആൻഡ് ചേഞ്ച്. അതിൽ തന്നെ സാൻസ്ക്രിറ്റൈസേഷൻ വെസ്റ്റേണൈസേഷൻ തന്നെ ഒരു 3 തവണയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം എത്നിക് മൂവ്മെന്റ്സ് ആണെങ്കിൽ തന്നെ 3 തവണ കാണാം. പ്രസന്റ് മൂവ്മെന്റ്സ് 3 തവണ ചോദിച്ചിട്ടുണ്ട്. ദളിത് മൂവ്മെന്റ്സ് ആണെങ്കിൽ വിമൻസ് മൂവ്മെന്റ്, വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ്, എല്ലാത്തിനും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഈ വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റിന് ജസ്റ്റ് 1 ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാത്തിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ലെസ് ഫ്രീക്വൻസി ആയിട്ടുള്ളത് വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ്സിനാണ്. പിന്നെ ബ്ലോക്ക് 3 കമ്മ്യൂണലിസത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല. സെക്യുലറിസത്തിന് ഒരു തവണ എങ്ങാണ്ട് ചോദിച്ചു. പിന്നെ നാഷണലിസത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അത് 3 തവണയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി അപ്പൊ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബ്ലോക്ക് 2 തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് 1ഉം 3ഉം നോക്കുക. ഇനി ടോപ്പിക് വൈസ് വെയിറ്റേജ് നമുക്ക് നോക്കാം. അപ്പൊ തന്നെ യൂണിറ്റ് 1 മൾട്ടിപ്പിൾ ഇമേജിൽ തന്നെ എല്ലാത്തിനൊന്നും ചോദ്യം ചോദിച്ചിട്ടില്ല. ആകെ 2 തവണയും ചോദിച്ചേക്കുന്നത് ട്രഡീഷൻ ഓഫ് പ്ലൂറാലിറ്റി ആൻഡ് കൾച്ചറൽ അക്കോമഡേഷനും പിന്നെ വെസ്റ്റേൺ ഇമാജിനേഷനും ആണ്. ബാക്കി എല്ലാത്തിനും അതായത് 0 കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ലെന്ന. ഇനി ഗാന്ധി ആൻഡ് അംബേദ്കറിലാണെങ്കിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത് അവരുടെ ആ ഒരു ഐഡിയാസ് ആൻഡ് മാർജിനലൈസേഷൻ, സോഷ്യൽ ഇൻക്ലൂഷൻ അങ്ങനെയുള്ള കാര്യത്തിലാണ്. അല്ലാതെ അവരുടെ പൊളിറ്റിക്കൽ കരിയർ, ലൈഫ് ആൻഡ് എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള കാര്യത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചതായിട്ട് ഇത് കാണുന്നില്ല. ഇനി ഐഡിയോളജിക്കൽ ഇമേജസിലാണെങ്കിൽ മോഡേണിറ്റി ആൻഡ് ട്രഡീഷൻ, അത് ഭയങ്കര വലിയൊരു കോൺസെപ്റ്റ് ആണ്, വലിയൊരു ചേഞ്ച്. മീൻസ് ഇന്ത്യൻ ട്രഡീഷനും ഇന്ത്യൻ മോഡേണൈസേഷനും തമ്മിലുള്ള ആ ഒരു ചേഞ്ച്, ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ്. ഇപ്പൊ ഏതൊരു സിമ്പിൾ ടു കോംപ്ലക്സ് സൊസൈറ്റി നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ട്രഡീഷൻ ടു മോഡേണിറ്റി കാണാൻ പറ്റും. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ സിവിലൈസേഷൻ ബേസ് ചെയ്തിട്ട്. പിന്നെ ഇനി എത്നോഗ്രാഫിക് ഇമേജസ് എന്ന് പറയുമ്പോൾ കാസ്റ്റ്, ട്രൈബ്സ്, പിന്നെ ലിറ്റിൽ ആൻഡ് ഗ്രേറ്റ് ട്രഡീഷൻ എല്ലാത്തിനും ഓരോന്ന് വീതം ചോദിച്ചിട്ടുണ്ട്. ബാക്കി യൂണിറ്റി, ഡൈവേഴ്സിറ്റി, എത്നോഗ്രാഫിക് ഇമേജ് ഇതുപോലുള്ള കോൺസെപ്റ്റിൽ നിന്നും ഇതുവരെയും ചോദ്യങ്ങൾ കണ്ടിട്ടില്ല. ഇനി യൂണിറ്റ് 5 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിന്റെ മേക്കിങ്ങിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണ്, ഡ്യൂട്ടീസ് എന്താണെന്നുള്ളൊരു അറിവ് നമുക്ക് വേണം. പിന്നെ ബേസിക് ഫീച്ചേഴ്സ് എന്താണെന്നും പിന്നെ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ, അതായത് റിസർവേഷൻ പോലുള്ള കാര്യങ്ങൾ, അഡൽട്ട് ഫ്രാഞ്ചൈസ്, വോട്ടിങ്ങിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ജുഡീഷ്യറി, ലെജിസ്ലേറ്റീവ് അങ്ങനെയുള്ള ഫെഡറലിസം, അതിനൊക്കെ ഒരു 1 മാർക്കല്ല 1 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് വരുന്ന ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചത് യൂണിറ്റ് 6 തൊട്ട് 11 വരെയുള്ള യൂണിറ്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് മൊബിലിറ്റി ആൻഡ് ചേഞ്ച് എന്ന് പറയുമ്പോൾ അതിൽ സാൻസ്ക്രിറ്റൈസേഷനും വെസ്റ്റേണൈസേഷൻ 3 തവണ ചോദിച്ചിട്ടുണ്ട്. ബാക്കി ഒന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. പിന്നെ ക്ലാസ് ആൻഡ് സോഷ്യൽ മൊബിലിറ്റി ഒന്ന്. അപ്പൊ സാൻസ്ക്രിറ്റൈസേഷൻ എന്താ, വെസ്റ്റേണൈസേഷൻ എന്താന്നുള്ളത്. സാൻസ്ക്രിറ്റൈസേഷൻ ആരാണ്, ഇപ്പം എം.എൻ. ശ്രീനിവാസനെ പറ്റി എന്താണ് പറഞ്ഞത്, വെസ്റ്റേണൈസേഷൻ 3 തരത്തിലുണ്ട്. അപ്പൊ ഇത് രണ്ടും എം.എൻ. ശ്രീനിവാസന്റെ കോൺസെപ്റ്റ് ആണ്. അപ്പൊ വെസ്റ്റേണൈസേഷനും മോഡേണൈസേഷനും ഒന്നെന്ന് വെച്ചാൽ ഒരിക്കലും അല്ല അല്ലെ. അപ്പൊ വെസ്റ്റേൺ കൺട്രീസിന്റെ ഇൻഫ്ലുവൻസ് വരുന്നതിനെയാണ് വെസ്റ്റേണൈസേഷൻ എന്ന് പറയുന്നത്. മോഡേണൈസേഷൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സെറ്റ് ഓഫ് ഐഡിയാസ് ആൻഡ് വാല്യൂസ്, മോഡേൺ ആണെന്ന് തോന്നുന്ന കുറച്ച് ഐഡിയാസ് ആൻഡ് വാല്യൂസിനെയാണ് മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. ഇനി എത്നിക് മൂവ്മെന്റ്സിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 3 തവണയാണ് ഫോംസ് ഓഫ് എത്നിക് ഐഡന്റിറ്റി ആൻഡ് അസേർഷൻ എന്ന് ചോദിച്ചേക്കുന്നത്. പിന്നെ എത്നിക് അപ്സേർജിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. പെസന്റ് മൂവ്മെന്റിൽ ഏറ്റവും കൂടുതൽ തവണ 3 തവണ ചോദിച്ചിട്ടുള്ളതും റാഡിക്കൽ പെസന്റ് മൂവ്മെന്റ്സിനെ പറ്റിയാണ്. റാഡിക്കൽ പെസന്റ് മൂവ്മെന്റ്സിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത്. അതായത് ലാൻഡ് ഓണർഷിപ്പിന് വേണ്ടി അല്ലെങ്കിൽ വേജസിന് വേണ്ടിയൊക്കെ ഉള്ള ഓരോ മൂവ്മെന്റ്സ് ആണ് റാഡിക്കൽ പെസന്റ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇനി ദളിത് മൂവ്മെന്റ്സ്, അതിൽ ചോദിച്ചേക്കുന്നത് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ദളിത് മൂവ്മെന്റ്സ് ആണ്. അതായത് നമ്മുടെ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുന്ന ദളിത് മൂവ്മെന്റ്സിനെ പറ്റി 3 തവണ ചോദിച്ചിട്ടുണ്ട്. ഇനി വിമൻസ് മൂവ്മെന്റ് ചോദിക്കുകയാണെങ്കിലും 70s റീസെർച്ചിനെ പറ്റിയും പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ പോസ്റ്റ് ഇൻഡിപെൻഡൻസിന് ശേഷം വന്നിട്ടുള്ള ഓരോ ഇനിഷ്യേറ്റീവ്സ്, ഓർഗനൈസേഷൻസ് ആൻഡ് ഇനിഷ്യേറ്റീവ്സിനെ പറ്റി അതിനും 3 ക്വസ്റ്റ്യൻസോളം ചോദിച്ചിട്ടുണ്ട്. ഇനി വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ്സിലാണെങ്കിൽ വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ്സ് എന്താണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് എന്നുള്ള ഒരു 1 ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇനി കമ്മ്യൂണലിസത്തിൽ നിന്ന് ഇതുവരെയും ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. സെക്യുലറിസത്തിൽ നിന്നാണെങ്കിൽ ചലഞ്ചസ് സെക്യുലറിസം ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നാഷണലിസം ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, അതായത് അണ്ടർസ്റ്റാൻഡിങ് നേഷൻ ആൻഡ് നാഷണലിസം. അതിൽ നമ്മൾ ഈ നേഷൻ ഭയങ്കരമായിട്ട് മനസ്സിലാക്കണം. ഒരു കോൺസെപ്റ്റ് വൈസ് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് തന്നെ ഉണ്ടായിരിക്കണം. നേഷൻ ആൻഡ് നാഷണലിസം അതിന് 5 ക്വസ്റ്റ്യൻസോളം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫൗണ്ടേഷൻ ഓഫ് നാഷണലിസം ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിലും 3ഓളം ക്വസ്റ്റ്യൻ. ഇതിൽ തന്നെ ഈ ഒരു യൂണിറ്റ് നാഷണലിസം ബ്ലോക്ക് 3 വലിയ വെയിറ്റേജ് ഇല്ല എന്ന് പറയുന്നെങ്കിലും ഈ ഒരു ചാപ്റ്ററിന് അത്യാവശ്യം നല്ല വെയിറ്റേജ് തന്നെ ഉണ്ട്. അപ്പൊ ഇപ്പൊ നേരത്തെ നോക്കിയ കാര്യങ്ങൾ തന്നെയാണ്. മൾട്ടിപ്പിൾ ഇമേജസിലാണെങ്കിൽ 2 ക്വസ്റ്റ്യൻസോളം ഇതിൽ നിന്നും ടോട്ടൽ വരുന്നത് 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഗാന്ധി ആൻഡ് അംബേദ്കറിന് തന്നെ ടോട്ടലി നോക്കുവാണെങ്കിൽ 7 ക്വസ്റ്റ്യൻസോളം ചോദിച്ചിട്ടുണ്ട്. സത്യാഗ്രഹ, നോൺ വയലൻസിനെ പറ്റി, പിന്നെ മാർജിനലൈസേഷൻ എന്താണ്, സോഷ്യൽ ഇൻക്ലൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി. പിന്നെ അടുത്തത് മോഡേണിറ്റി ആൻഡ് ട്രഡീഷൻ, ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒന്ന്, പിന്നെ ഇന്ത്യൻ സിവിലൈസേഷൻ ഒന്ന്, അത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്.
പിന്നെ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇപ്പൊ ഒന്നുകൂടെ ജസ്റ്റ് ആ ഒരു മാർക്കിന്റെ ആവറേജ് രീതിയിൽ സ്ലൈഡ്സ് ഉണ്ടെന്നേ ഉള്ളൂ. എത്നോഗ്രാഫിക് ഇമേജസ് എന്ന് പറയുമ്പം അതിൽ കാസ്റ്റിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്, ട്രൈബിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്, ലിറ്റിൽ ആൻഡ് ഗ്രേറ്റ് ട്രഡീഷൻ. അപ്പൊ ഈ ലിറ്റിൽ ആൻഡ് ഗ്രേറ്റ് ട്രഡീഷൻ എന്ന് പറയുമ്പം എന്താണ് ലിറ്റിൽ ട്രഡീഷൻ, അല്ലെങ്കിൽ യൂണിവേഴ്സലൈസേഷൻ എന്താണ്, പാരോക്കലൈസേഷൻ എന്താണ്, അതിന്റെ ഇന്ത്യയിൽ വരുന്ന എക്സാമ്പിൾസ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ആൻസേഴ്സ് എഴുതാൻ. ഇപ്പൊ ട്രൈബ്സിനെയും കാസ്റ്റിനെയും പറ്റി ചോദിക്കുമ്പോൾ അതിൽ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് അവരുമായിട്ട് റിലേറ്റ് ചെയ്തതൊക്കെ എഴുതാം. കാരണം നമ്മൾ നെക്സ്റ്റ് യൂണിറ്റിൽ അതൊക്കെ നമുക്ക് ലേൺ ചെയ്യാനുണ്ട്. ബേസിക് ഫീച്ചേഴ്സും മേക്കിങ്ങും ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് പറയുമ്പോൾ എന്തായാലും ആ ആർട്ടിക്കിൾസ് അറിയാം. അപ്പം ഈ ഒരു ആർട്ടിക്കിൾസിനെ നമുക്ക് അവിടെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ പറയുന്നത് മൊബിലിറ്റി ആൻഡ് ചേഞ്ച്, സാൻസ്ക്രിറ്റൈസേഷൻ ആൻഡ് വെസ്റ്റേണൈസേഷൻ 3 ക്വസ്റ്റ്യൻസോളം ഉണ്ട്. പിന്നെ എത്നിക് മൂവ്മെന്റ്സിന് തന്നെ 4 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പെസന്റ് മൂവ്മെന്റ്സിൽ റാഡിക്കൽ പെസന്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ 3 തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ദളിത് മൂവ്മെന്റ്സിൽ 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, വിമനിൽ തന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് 3 തവണ ചോദിച്ചിട്ടുണ്ട്. 70s 1 ടൈമും ചോദിച്ചിട്ടുണ്ട്. പിന്നെ വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. സെക്യുലറിസം ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നാഷണലിസത്തിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് നാഷണലിസം ആൻഡ് നേഷനെ പറ്റി ചോദിച്ചേക്കുന്നത്. പിന്നെ ഫൗണ്ടേഷൻ ചെയ്തിട്ട് 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് വരെ നാഷണലിസം എന്ന് പറഞ്ഞ ചാപ്റ്ററിന് നോക്കുന്നുണ്ട്. ഇനി നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഇത്രയും ഉള്ള ഒരു അനലൈസ് വെച്ചിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നേഷൻ ആൻഡ് നാഷണലിസം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിനാണ്. അത് കഴിഞ്ഞിട്ടാണ് ഗാന്ധി ആൻഡ് അംബേദ്കർ വരുന്നതിൽ മാർജിനലൈസേഷൻ ആൻഡ് സോഷ്യൽ ഇൻക്ലൂഷൻ, പിന്നെ സാൻസ്ക്രിറ്റൈസേഷൻ ആൻഡ് വെസ്റ്റേണൈസേഷൻ, എത്നിക് ഐഡന്റിറ്റി ആൻഡ് അസേർഷൻ, റാഡിക്കൽ പെസന്റ് മൂവ്മെന്റ്സ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ദളിത് മൂവ്മെന്റ്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇനിഷ്യേറ്റീവ്സ് ഓഫ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, അത് വിമൻസ് മൂവ്മെന്റിന്റെ ബേസിൽ. അപ്പം ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നേരത്തെ നോക്കിയ പോലെ തന്നെ ഫസ്റ്റ് യൂണിറ്റിൽ 2 തവണ ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് യൂണിറ്റിലാണെങ്കിൽ ടോട്ടൽ നോക്കുവാണെങ്കിൽ 5 ടൈംസ് സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് ഓരോ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. തേർഡ് യൂണിറ്റിൽ നിന്നാണെങ്കിൽ 1 തവണ ചോദിച്ചിട്ടുണ്ട്. ഫോർത്ത് യൂണിറ്റിൽ നിന്ന് നമുക്ക് കാസ്റ്റിൽ നിന്ന് 1 തവണ, ട്രൈബിൽ നിന്ന് 1 തവണ, ലിറ്റിൽ ആൻഡ് ഗ്രേറ്റ് ട്രഡീഷൻ 1 തവണ, അങ്ങനെ 3 തവണ ചോദിച്ചിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഫൗണ്ടേഷൻ ആണെങ്കിലും ഒരു 4 തവണയോളം ആ 5ാമത്തെ യൂണിറ്റിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. മൊബിലിറ്റി ആൻഡ് ചേഞ്ച് നോക്കുവാണെങ്കിൽ ആ ഫസ്റ്റ് ചാപ്റ്ററിന് തന്നെ 4 തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ചാപ്റ്ററിന് 4 തവണ, അത് കഴിഞ്ഞിട്ട് വരുന്നതിന് 3 തവണ ചോദിച്ചിട്ടുണ്ട്. പെസന്റ് മൂവ്മെന്റ്സ്, ദളിത് മൂവ്മെന്റ്സ് 3 തവണ ചോദിച്ചിട്ടുണ്ട്. വിമൻസ് മൂവ്മെന്റ് 2 തവണ, വിമൻസ് മൂവ്മെന്റിൽ തന്നെ 3 തവണ ചോദിച്ചിട്ടുണ്ട്. വർക്കിംഗ് ക്ലാസ്സിൽ നിന്ന് 1 തവണയും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബ്ലോക്ക് 2-നാണ് കേട്ടോ. ഇനി അടുത്ത സെക്യുലറിസം ആണ്. സെക്യുലറിസത്തിൽ ചലഞ്ചസ് ചോദിച്ചിട്ടുണ്ട് ഡിസംബർ 2023. പിന്നെ നാഷണലിസത്തെ പറ്റി ചോദിച്ചേക്കുന്നത് നേഷൻ ആൻഡ് നാഷണലിസം, അത് 21, 22 ഡിസംബറിലും ജൂണിലുമായിട്ട് ഒരു 5 തവണ തന്നെ അണ്ടർസ്റ്റാൻഡിങ് നേഷൻ ആൻഡ് നാഷണലിസം. അപ്പൊ അത് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5 ടൈംസ് ആണ്. ഓക്കെ. ഇനി ഫൗണ്ടേഷൻ ഓഫ് നാഷണലിസം തന്നെ 3 തവണയും ചോദിച്ചിട്ടുണ്ട്. അത് ജൂൺ 22-ലും ഡിസംബർ 22-ലും ഡിസംബർ 23-ലും അത് ചോദിച്ചിട്ടുണ്ട്. സോ ബേസിക്കലി നമ്മൾ നോക്കുവാണെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് നേഷൻ ആൻഡ് നാഷണലിസം ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 എക്സാമിന് നമ്മളിപ്പോ അനലൈസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫൗണ്ടേഷൻ ഓഫ് നാഷണലിസം ആണെങ്കിലും 3, സാൻസ്ക്രിറ്റൈസേഷൻ, വെസ്റ്റേണൈസേഷൻ ബാക്കിയെല്ലാം 3 ആണ് വരുന്നത്. പിന്നെ എത്നിക് ഐഡന്റിറ്റി 3 ആണ്. റാഡിക്കൽ പെസന്റ് മൂവ്മെന്റ് 3 തവണ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ദളിത് മൂവ്മെന്റ്സ് 3 തവണ. പിന്നെ 2 തവണ ചോദിച്ചതാണ് സത്യാഗ്രഹ, നോൺ വയലൻസും മാർജിനലൈസേഷനെ പറ്റിയും പ്ലൂറാലിറ്റി ആൻഡ് അക്കോമഡേഷനെ പറ്റി. അപ്പം ബേസിക്കലി നമ്മൾ നോക്കേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ 5 തവണ ചോദിച്ചുകൊണ്ട് തന്നെ നേഷൻ ആൻഡ് നാഷണലിസത്തെ പറ്റി നോക്കണം. സോഷ്യൽ മൊബിലിറ്റി, അതായത് സാൻസ്ക്രിറ്റൈസേഷൻ, വെസ്റ്റേണൈസേഷൻ, പിന്നെ മൂവ്മെന്റ്സിന്റെ കാര്യം, പിന്നെ ഗാന്ധി ആൻഡ് അംബേദ്കർ, അത്രയാണ് നോക്കേണ്ടത്. ഓക്കെ. ഇനിയൊരു ജസ്റ്റ് ഓരോ കോൺസെപ്റ്റും എടുക്കുവാണെങ്കിൽ ഇത്രയും നോക്കിയതിന്റെ ബേസിൽ നമ്മൾ ഓരോ കോൺസെപ്റ്റ് എടുക്കുവാണെങ്കിൽ ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ ട്രഡീഷൻ ഓഫ് പ്ലൂറാലിറ്റി ആൻഡ് കൾച്ചർ ഓഫ് അക്കോമഡേഷൻ, അതിൽ നിന്ന് നമുക്ക് 2 തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്ന് പറയുമ്പോൾ എന്താണ് ഇന്ത്യൻ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ഡൈവേഴ്സിറ്റി? ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഒറ്റ കമ്മ്യൂണിറ്റി അല്ല, ഒരുപാട് കമ്മ്യൂണിറ്റി. ഇപ്പൊ റിലീജിയന്റെ ബേസിലേക്കൂടെ കാസ്റ്റ്, ട്രൈബ്, ലാംഗ്വേജ് എല്ലാത്തിന്റെയും ബേസിൽ ഇന്ത്യൻ സൊസൈറ്റി ഈസ് എ പ്ലൂറൽ സൊസൈറ്റി. അപ്പൊ അതിന്റെ ബേസിൽ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ട് എങ്ങനെ മറ്റുള്ളവർ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജീവിക്കുന്നു അല്ലെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യുന്നു, നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ കൊളോണിയൽ ആൻഡ് വെസ്റ്റേൺ ഇമാജിനേഷൻ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ മാക്സിമം മക്വാലെ, മിൽ, വെബർ ഇവരുടെയൊക്കെ പെർസ്പെക്ടീവ്സ് ആഡ് ചെയ്യാൻ നോക്കണം. അപ്പം അത് അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ജനറൽ ആൻസർ അല്ല, നമുക്ക് സോഷ്യോളജി എന്ന് പറഞ്ഞിട്ട് സബ്ജക്ട് മാറ്ററിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ അങ്ങനെയുള്ള മീൻസ് ഓരോ റൈറ്റേഴ്സിന്റെ ഒക്കെ മക്വാലെ, മിൽ പോലുള്ള ഫിഗേഴ്സിന്റെ വെസ്റ്റേൺ ഫിഗേഴ്സിന്റെ പേര് നമ്മൾ മെൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇത് നമ്മൾ ഈ ഒരു പോർഷൻ പഠിച്ചിട്ടുണ്ടെന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് ആ എക്സാം കറക്റ്റ് ചെയ്യുന്നവർക്ക് വരുന്നതായിരിക്കും. ഇനി അടുത്ത് ഗാന്ധി ആൻഡ് അംബേദ്കറിൽ തന്നെ 2 തവണ
ചോദിച്ചിട്ടുണ്ട് സത്യാഗ്രഹ എന്ന് പറഞ്ഞത് തന്നെ. അപ്പൊ സത്യാഗ്രഹ എന്താണ്, നാഷണൽ മൂവ്മെന്റ്സിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ സത്യാഗ്രഹ നോൺ വയലൻസ് എന്ന് പറഞ്ഞ രണ്ട് പ്രിൻസിപ്പിൾ എങ്ങനെയാണ് ഗാന്ധിജി അപ്ലൈ ചെയ്തത് എന്നുള്ള കാര്യം നോക്കാം. പിന്നെ മാർജിനലൈസേഷൻ, ഇൻക്ലൂഷൻ, എക്സ്ക്ലൂഷൻ ആൻഡ് ഐഡിയാസ് ഓൺ മാർജിനലൈസേഷൻ ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ, ഈ രണ്ട് ടോപ്പിക്കിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ അംബേദ്കറിന്റെ വ്യൂ ആണ്. ഈ മാർജിനലൈസേഷൻ, സോഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുമ്പം അംബേദ്കർ എന്താണ് പറഞ്ഞത്, ഗാന്ധി എന്താണ് പറഞ്ഞതെന്നുള്ള ഒരു കമ്പാരിസണും അതുപോലെ തന്നെ ഡിഫറൻസസും മനസ്സിലാക്കി വെക്കുക. ആൻഡ് സോഷ്യോ പൊളിറ്റിക്കൽ ഫിലോസഫീസ് അതിനെ ബേസ് ചെയ്തിട്ടുള്ളതും നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ ഐഡിയോളജിക്കൽ ഇമേജസ് ഓഫ് ഇന്ത്യ. അതിൽ തന്നെ മോഡേണൈസേഷൻ ആൻഡ് കണ്ടിന്യൂറ്റി, എങ്ങനെയാണ് മോഡേണൈസേഷൻ ഇന്ത്യൻ സൊസൈറ്റിക്ക് ഇമ്പാക്ട് ചെയ്തത്. ഇത് ട്രഡീഷണൽ പ്രാക്ടീസസ് എന്ന് പറയുന്നത്, ട്രഡീഷൻ ആണല്ലോ ഇന്ത്യൻ സൊസൈറ്റി. അപ്പം ഈ ട്രഡീഷണൽ ഇന്ത്യൻ സൊസൈറ്റി മോഡേണൈസേഷൻ അക്സെപ്റ്റ് ചെയ്തോ അതോ അതിനെ എതിർത്ത് നിന്നോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുക. ഇനി എത്നോഗ്രാഫിക് ഇമേജിൽ വരുന്നത് കാസ്റ്റിനെ പറ്റി വരുന്നുണ്ട്, ട്രൈബ്സിനെ പറ്റി വരുന്നുണ്ട്, പിന്നെ ലിറ്റിൽ ആൻഡ് ഗ്രേറ്റ് ട്രഡീഷൻ. അതിൽ കാസ്റ്റ് എന്ന് പറയുമ്പോൾ കാസ്റ്റ് സിസ്റ്റം എന്താണെന്നുള്ളത് നമ്മൾ ഡിവൈൻ ഒറിജിൻ തിയറി തൊട്ട് ഇപ്പോഴത്തെ ഈ ഒരു ആസ്പെക്ട് വരെ, ഈവൻ റിസർവേഷൻ തൊട്ട് റിസർവേഷൻ വരെയുള്ള കാര്യങ്ങൾ, പണ്ടത്തെ ആ ഒരു ഇത് തൊട്ട് റിസർവേഷൻ വരെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് കാസ്റ്റ്. ഇന്ത്യൻ സൊസൈറ്റിയുടെ ഭയങ്കര ഒരു ഫീച്ചർ, ലൈക്ക് മീൻസ് ഇന്ത്യൻ സൊസൈറ്റിക്ക് മാത്രമുള്ള ഒരു കാര്യമാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് കാസ്റ്റിന്. പിന്നെ ട്രൈബ്സ് എന്ന് പറയുമ്പം ഒരുപാട് ട്രൈബ്സ് ഉണ്ട് ഇന്ത്യയിൽ. അപ്പം ട്രൈബ്സിന്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ്, അവർക്ക് വേണ്ടിയുള്ള ഗവൺമെന്റ് പോളിസീസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നത്. പിന്നെ ലിറ്റിൽ ആൻഡ് ഗ്രേറ്റ് ട്രഡീഷൻ എന്താണ്, അതിനുള്ള എക്സാമ്പിൾസ്, ഇന്ത്യൻ കൾച്ചറിൽ അതിന്റെ എക്സാമ്പിൾസും പ്രൊവൈഡ് ചെയ്യാം. ഇനി യൂണിറ്റ് 5 കോൺസ്റ്റിറ്റ്യൂഷണൽ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പം എങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തത്, അത് എന്തുകൊണ്ടാണ്, ആരൊക്കെയാണ് അതിന് പിന്നില്, ആൻഡ് അതിന് നടന്നത്, അത് മീൻസ് ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന്, നമ്മുടെ ഭരണഘടന വരുന്നതിന് മുമ്പ് നടന്നിട്ടുള്ള ഡിബേറ്റ്സും കോംപ്രമൈസസും, എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അത് ഷേപ്പ് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും യൂണിറ്റ് 5 നമുക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇനി വരുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. അപ്പം അതിനകത്ത് വരുന്നതെന്ന് പറയുമ്പോൾ എന്തൊക്കെയാ ഫണ്ടമെന്റൽ റൈറ്റ്സ്, എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, ഡ്യൂട്ടീസ് ആണ്, എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഉള്ളത് എക്സാമ്പിൾസ് വെച്ചിട്ട് കൊടുക്കാനായിട്ട് നോക്കുക. ഈ ഫെഡറലിസം, അഡൽട്ട് ബ്രാഞ്ചസ്, ജുഡീഷ്യറി ആൻഡ് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ, അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് ഫെഡറലിസം, അത് സൊസൈറ്റിയുടെ റോൾ എന്താണ്, പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ, റിസർവേഷൻ കൊണ്ട് ഉണ്ടാവുന്ന ചലഞ്ചസ് ഉണ്ട്, അതുപോലെ തന്നെ പോസിറ്റീവ്സ് ഉണ്ട്. ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ റിസർവേഷൻ അഗെയിൻസ്റ്റ് ആണ്, ചിലരെന്ന് പറഞ്ഞതിന് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണം ഈ ഒരു യൂണിറ്റ് നോക്കാനായിട്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മൊബിലിറ്റി ആൻഡ് ചേഞ്ച്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് സാൻസ്ക്രിറ്റൈസേഷൻ ആൻഡ് വെസ്റ്റേണൈസേഷൻ ആണ്. 3 തവണ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് സാൻസ്ക്രിറ്റൈസേഷൻ, വെസ്റ്റേണൈസേഷൻ, അതെങ്ങനെ സൊസൈറ്റിയിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്ന ഈ ഒരു കാര്യമാണ് നോക്കേണ്ടത്. ഇനി ക്ലാസ് ആൻഡ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഓരോ കേസ് സ്റ്റഡീസ്, മീൻസ് ഓരോ ഇപ്പൊ സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം കൂർഗിൽ വന്നതാണ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയിൽ നമുക്ക് അതിനെ പറ്റി ഒരു അനലൈസിങ് നമ്മൾ ചെയ്തില്ല. അതുപോലെ പല സൊസൈറ്റിയിലും സാൻസ്ക്രിറ്റൈസേഷൻ നടക്കുന്നുണ്ട്, വെസ്റ്റേണൈസേഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ ചേഞ്ചസ്, ഓരോ ഡിഫറെന്റ് സോഷ്യൽ ക്ലാസസ് മാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റിയുള്ള കേസ് സ്റ്റഡീസ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് അത് ആ രീതിയിൽ നമ്മുടെ ആൻസേഴ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. എത്തനിക് മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് ഫാക്ടേഴ്സും, എത്തനിക് ഈ മൂവ്മെന്റ് വരാനുള്ള എന്തൊക്കെ ഘടകങ്ങളാണ് ഉണ്ടെന്നുള്ളതും പഠിക്കുക. പിന്നെ ഡിഫറെന്റ് ഫോംസ്, എന്തൊക്കെ കീ മൂവ്മെന്റ്സ് ആണ്, അതിന്റെ കോസസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സാമ്പിൾസ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി പെസൻസ് മൂവ്മെന്റ്സിലാണ് റാഡിക്കൽ പെസന്റ് മൂവ്മെന്റ് ആണ് ചോദിച്ചേക്കുന്നത്. അതിൽ ആരാണ് ഇതിന്റെ ലീഡേഴ്സ്, എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, ആൻഡ് ഇതിന്റെ ഔട്ട്കംസ് എന്താണ്. ഏതൊരു മൂവ്മെന്റിനെ പറ്റി എഴുതുമ്പോഴും അതിന്റെ കോസും ഔട്ട്കംസും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഇനി ദളിത് മൂവ്മെന്റ്സ്, അതിൽ തന്നെ ദളിത് മൂവ്മെന്റ്സ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസിലുള്ള ദളിത് മൂവ്മെന്റ്സിനെ പറ്റിയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിച്ചേക്കുന്നത്. 3 തവണയാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ കീ ലീഡേഴ്സ് ആരൊക്കെയാണ്, മൂവ്മെന്റ്സ്, അതിന്റെ ഇമ്പാക്ട്, ആ കാര്യങ്ങൾ. പിന്നെ വിമനിലാണെങ്കിലും പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ വരുന്നത് തന്നെയാണ് വിമനകത്ത്. പിന്നെ 70s വിമൻസ് മൂവ്മെന്റിന്റെ റിസർച്ചേഴ്സിനെ പറ്റിയും പറയുന്നുണ്ട്. അപ്പം ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ ഇൻഡിപെൻഡൻസിന് ശേഷം വന്നിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണം, ഇപ്പൊ കുടുംബശ്രീ പോലുള്ള ഇനിഷ്യേറ്റീവ്സ്, അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇനിഷ്യേറ്റീവ് ആണ്, കേരളത്തിന്റെ തന്നെ കുടുംബശ്രീ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇനിഷ്യേറ്റീവ്സിനെ പറ്റിയൊക്കെ കൂടുതലായിട്ട് നോക്കണം. ഇനി വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ്സിൽ കൂടുതലും നോക്കേണ്ടത് വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ്സ് ഇന്ത്യയിൽ എങ്ങനെയാണ് വന്നത്, എന്തൊക്കെ സ്ട്രൈക്സ്, സമരങ്ങൾ നടന്നിട്ടുള്ളത്, ലേബർ ലോസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ.
ഇനി അടുത്ത വരുന്നത് സെക്യുലറിസത്തിൽ നിന്നാണ്. നമ്മൾ കമ്മ്യൂണലിസം എന്ന ചാപ്റ്ററിന് ഇതുവരെയും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ അനലൈസ് ചെയ്യുന്നില്ല. സെക്യുലറിസത്തിലാണെങ്കിൽ ചലഞ്ചസ് ആണ്. ഇപ്പം ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീഡം ടു ഫോളോ എനി റിലിജൻ, നമുക്ക് ഇഷ്ടമുള്ള റിലിജൻ ഫോളോ ചെയ്യാൻ പറ്റും. അതുപോലെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സെക്യുലർ കൺട്രിയാണ്. അപ്പൊ അതിൻ്റെതായ പക്ഷെ ചലഞ്ചസ് എന്തൊക്കെയാണ് വരുന്നത്, സെക്യുലറിസം കറക്റ്റ് ആയിട്ടാണോ ഇന്ത്യയിൽ അപ്ലൈ ചെയ്യുന്നത്, ആപ്ലിക്കബിൾ ആണോ, അത് അപ്ലൈ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും അതിന്റെ ചലഞ്ചസ് നോക്കുക. ഇനി നാഷണലിസം, അത് നേഷൻ ആൻഡ് നാഷണലിസത്തെ പറ്റി നന്നായി മനസ്സിലാക്കാൻ, കാരണം 5 തവണ വരെ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ആണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിൽ കുറച്ച് ഡെഫിനേഷൻസും തിയറീസും ഒക്കെ ഉണ്ട്, അതെല്ലാം അനലൈസ് ചെയ്ത് പഠിക്കുക. പിന്നെ ഫൗണ്ടേഷൻ ഓഫ് നാഷണലിസത്തിൽ ഏറ്റവും കൂടുതലായിട്ട് പഠിക്കേണ്ടത് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റും കീ ഫിഗേഴ്സ്, ആരൊക്കെയാണ് ഇന്ത്യൻ നാഷണലിസത്തിന് മുൻകൈ എടുത്ത് നിന്നതെന്നും അതിൽ വരുന്ന ഇപ്പൊ ഏർലി നാഷണലിസം ഉണ്ട്, ലേറ്റർ നാഷണലിസം ഉണ്ട്, അപ്പൊ അവരുടെ രണ്ടുപേരെയും ഡിഫറൻസസ് എന്തൊക്കെയാണ്, മൂവ്മെന്റ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫൗണ്ടേഷൻസ് ഓഫ് നാഷണലിസത്തിൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം ഈ രണ്ട് രീതിയിലും മീൻസ് ഈ രണ്ട് ക്വസ്റ്റ്യൻസിന് നല്ല രീതിയിൽ വെയിറ്റേജ് ഉണ്ട്. അപ്പം ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നേഷൻ ആൻഡ് നാഷണലിസം, സാൻസ്ക്രിറ്റൈസേഷൻ, വെസ്റ്റേണൈസേഷൻ, പ്രസന്റ് മൂവ്മെന്റ്, അതൊക്കെയാണ്. അപ്പം ഫസ്റ്റില് നമുക്ക് ഫോക്കസ് ചെയ്യുക. അപ്പം എന്താന്ന് വെച്ചാൽ ഈ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പ്രിപ്പറേഷൻസിന് വേണ്ടുന്ന ഏറ്റവും മികച്ച ടിപ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ ആദ്യമേ നോക്കുക, അതിനുശേഷം നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകുക. അപ്പൊ ഏറ്റവും ആദ്യം ബ്ലോക്ക് 2 കംപ്ലീറ്റ് ചെയ്യുക, അതിനുശേഷം മാത്രം ബ്ലോക്ക് 1ഉം 3ഉം നോക്കുക. ഇനി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഓരോ കോൺസെപ്റ്റ്സ് നമ്മൾ നന്നായിട്ട് പഠിക്കുക, അതായത് ജസ്റ്റ് വായിച്ച് വിടാതെ അല്ലെങ്കിൽ കാണാതെ പഠിക്കാതെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ മെമ്മറൈസ് ചെയ്യാതെ ബൈഹാർട്ട് ചെയ്യാതെ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് എന്താണെന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങും, അതും എക്സാമ്പിൾസ് വെച്ച് പറയാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊരു കോൺസെപ്റ്റ് പഠിച്ചിട്ട് ഒരാൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടോ, ആ രീതിയിൽ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യുക. ആൻഡ് ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ കേസ് സ്റ്റഡീസ്, റിയൽ ലൈഫിൽ നടക്കുന്ന, റിയൽ വേൾഡിൽ നടക്കുന്ന എക്സാമ്പിൾസ് കൊടുക്കുക ഓരോ ടോപ്പിക്. ഇപ്പൊ സോഷ്യൽ മൂവ്മെന്റിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ പെസന്റ് മൂവ്മെന്റിനെ പറ്റി ചോദിക്കുമ്പോൾ നമുക്കിപ്പോ ഈ റീസെന്റ് ആയിട്ട് നടന്നത്, ഇപ്പൊ 2-3 വർഷം മുന്നേ നടന്ന ഫാമേഴ്സ് മൂവ്മെന്റിന്റെ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ട് നമുക്കത് ആ കേസ് സ്റ്റഡി ഒക്കെ അനലൈസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. പിന്നെന്ന് പറഞ്ഞാൽ റിവൈസ് റെഗുലർലി. ഏതൊരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിച്ചാലും അതൊന്നും കൂടെ റിവൈസ് ചെയ്യണം, പല തവണയായിട്ട് മൾട്ടിപ്പിൾ ടൈംസിൽ എക്സാമിന് മുമ്പ് റിവൈസ് ചെയ്യുക. ആൻഡ് ഓൾസോ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടും ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഒക്കെ നടക്കുമ്പോൾ നമുക്ക് ആ ഒരു പോയിന്റ് സാധാരണ രീതിയിൽ നമ്മൾ ഒറ്റയ്ക്ക് വായിച്ചിരുന്ന് പഠിക്കുന്നതിനൊക്കെ മറ്റൊരാളെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പൊ ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്ത് പഠിക്കുക. സോ ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ നോക്കി. അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ ഈ ഒരു 6 പോയിന്റ്സ് നോക്കി പ്രിപ്പറേഷൻ ടിപ്സ് നോക്കുക, ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ നോക്കുക. ആൻഡ് നമുക്കൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അതായത് ഇത്രയും നേരം നമ്മൾ അനലൈസ് ചെയ്തതിന്റെ ബേസിൽ, അതായത് ഫ്രീക്വൻസി അനുസരിച്ചിട്ട് എങ്ങനെ ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് നോക്കാം. ജസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. അപ്പം നമുക്ക് തന്നെ ചോയ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ ടെൻഷൻ ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നോക്കുന്നത് തന്നെ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എവല്യൂഷൻ ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് നാഷണലിസം. ഇപ്പൊ നാഷണലിസം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണ് ചോദിക്കുന്നത്. അപ്പം എന്തൊക്കെയായിരിക്കും, ഹിസ്റ്ററി, കീ ഫിഗേഴ്സ്, ഐഡിയോളജിക്കൽ ഡിഫറൻസസ്, ഇത്രയും 3 ആയിരിക്കണം ഈ ഒരു ആൻസറിൽ വരേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗാന്ധിസ് അഡ്വക്കേസി ഫോർ സത്യാഗ്രഹ ആൻഡ് നോൺ വയലൻസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ഇന്ത്യൻ സൊസൈറ്റി. അതിന് നമുക്ക് നാഷണൽ മൂവ്മെന്റ്സിൽ എങ്ങനെയാണ് അദ്ദേഹം ഈ സത്യാഗ്രഹ അല്ലെങ്കിൽ നോൺ വയലൻസ് എന്നുള്ള പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തത്, അതിന്റെ എക്സാമ്പിൾസ് കൊടുക്കാം. ഇനി അംബേദ്കർസ് ഐഡിയാസ് ഓൺ മാർജിനലൈസേഷൻ ആൻഡ് സോഷ്യൽ ഇൻക്ലൂഷൻ. അപ്പൊ അതിൽ ഗാന്ധിയുടെ പെർസ്പെക്റ്റീവ് ആണ് കമ്പയർ ചെയ്യുന്നത്. മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയിലൊക്കെ വരുന്ന ഹൈലൈറ്റ് ചെയ്യുക എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത്. ഇനി എത്നിക് ഐഡന്റിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ എത്നിക് ഐഡന്റിറ്റി ആൻഡ് അസേർഷൻ ഇന്ത്യ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനകത്ത് എക്സാമ്പിൾസും പ്രൊവൈഡ് ചെയ്യാൻ പറയുന്നുണ്ട്. എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യാൻ പറയുന്ന ക്വസ്റ്റ്യൻസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടും എക്സാമ്പിൾസ് കൊടുത്തിരിക്കണം. ഓക്കെ, അല്ലാതെ നമ്മൾ ജസ്റ്റ് നമുക്ക് അറിയാവുന്നത് മാത്രം മീൻസ് ഒരു എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾസ് ചോദിച്ചാലും ഇല്ലെങ്കിലും എക്സാമ്പിൾസ് കൊടുക്കുന്നത് മാർക്ക് സ്കോർ ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ റോൾ ആൻഡ് ഇമ്പാക്ട് ഓഫ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ദളിത് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ദളിത് മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ ആരാണ് ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്തത്, എന്തൊക്കെയാണ് സൊസൈറ്റിയിൽ ഉണ്ടായ ചേഞ്ചസ് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇനി അടുത്തത് എക്സ്പ്ലെയിൻ ദ റാഡിക്കൽ പെസന്റ് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ വിത്ത് സ്യൂട്ടബിൾ ഇല്ലുസ്ട്രേഷൻ. അപ്പൊ റാഡിക്കൽ പെസന്റ് മൂവ്മെന്റ്സ് എന്താണെന്ന് പറയുക, ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിനുള്ള എക്സാമ്പിൾസ് ഒക്കെ കൊടുത്ത് വേണം എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇനിഷ്യേറ്റീവ്സ് ഫോർ വിമൻസ് എംപവർമെന്റ് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇൻ ഇന്ത്യ.
സോ സിഗ്നിഫിക്കന്റ് എന്തൊക്കെ പോളിസീസ് ആണ്, ഇപ്പൊ കുടുംബശ്രീയുടെ എക്സാമ്പിൾ പറഞ്ഞ പോലെ അതിന്റെ എഫക്ട് എന്താണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഫണ്ടമെന്റൽ ഫീച്ചേഴ്സ്. അപ്പം അതിൽ ഫെഡറലിസം, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഇതാണ് ഫണ്ടമെന്റൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പൊ ഫണ്ടമെന്റൽ ഫീച്ചേഴ്സ് എന്ന് ചോദിക്കുമ്പോൾ ഫെഡറലിസം, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും പിന്നെ ബേസിക് ഫീച്ചേഴ്സും ആണ് ആൻസറിൽ വരേണ്ടത്. അല്ലാതെ നമ്മൾ അതിന്റെ മേക്കിങ്ങും ഡ്രാഫ്റ്റിങ്ങിനെ പറ്റിയൊന്നും ആൻസർ ചെയ്യാൻ പോകരുത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ചലഞ്ചസ് ഫേസ്ഡ് ബൈ സെക്യുലറിസം. അപ്പം ഓരോ യൂണിറ്റിലും വെച്ചിട്ടുള്ള രീതിയിലാണ്. അപ്പൊ സെക്യുലറിസം, സെക്യുലർ പോളിസീസ് അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും, ഇംപ്ലിമെന്റ് ചെയ്താലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതാണ് 10th ക്വസ്റ്റ്യൻ. ആൻഡ് 11th ക്വസ്റ്റ്യൻ ഇസ് അണ്ടർസ്റ്റാൻഡിങ് ലിറ്റിൽ ആൻഡ് ഗ്രേറ്റ് ട്രഡീഷൻ. അതിന് എക്സാമ്പിൾസ് കൊടുത്ത് തന്നെ ആ ഒരു ആൻസറിനെ, ആ ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യുക. നെക്സ്റ്റ് ചേഞ്ചിങ് പാറ്റേൺസ് ഓഫ് അഗ്രേറിയൻ സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ പെസന്റ് മൂവ്മെന്റ്സ്. അപ്പൊ അഗ്രേറിയൻ സ്ട്രക്ചറിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ മോഡേണൈസ് ഒരുപാട് ടെക്നോളജിക്കൽ മാറ്റങ്ങൾ വന്നിട്ടില്ല അഗ്രേറിയൻ സ്ട്രക്ചറിൽ. ഇപ്പൊ ഗ്രീൻ റെവല്യൂഷൻ പോലുള്ള റെവല്യൂഷൻസ് ഒക്കെ വന്നപ്പോൾ അപ്പൊ അങ്ങനെയുള്ള പാറ്റേൺസ് എന്തൊക്കെയാണ്, ആൻഡ് ഓൾസോ അത് പെസന്റ് മൂവ്മെന്റിൽ എങ്ങനെ അത് ഇമ്പാക്ട് ചെയ്തു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മോഡേൺ ഡെവലപ്മെന്റ്സ് എങ്ങനെ ഈ മൂവ്മെന്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ആൻസർ അപ്രോച്ച് ആണ് കൊടുക്കുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു BSOC 104 എന്ന് പറഞ്ഞ സോഷ്യോളജി ഓഫ് ഇന്ത്യ സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. സോ ഇത്രയും ഇത് പാറ്റേൺ ഒക്കെ ഫോളോ ചെയ്യുക. ഗുഡ് ലക്ക്. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ അൾട്ടിമേറ്റ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നുള്ളതാണ് നമ്പർ. ഞാൻ ഒന്നുകൂടി പറയാം, നോട്ട് ചെയ്ത് നോക്കുക. 7592939616. So all the best for your upcoming IGNO exams. Thank you.